കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കോടതി തള്ളി. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. കേസ് തലശ്ശേരി കോടതിയിലേക്ക് മാറ്റി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അരുൺ, ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ നൽകിയ കുറ്റപത്രം, അതിൽ പാളിച്ചകളും പോരായ്മകളും ഉണ്ട്, അതുകൊണ്ട് അതിൽ തുടരന്വേഷണം വേണമെന്നായിരുന്നല്ലോ ഭാര്യ കെ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. എന്ത് കാരണം കൊണ്ടാണ് ഈ ഹർജി കോടതി നിരാകരിച്ചത്, ഈ ആവശ്യം തള്ളിയത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, ഈ അന്വേഷണത്തിൽ അതിനുശേഷം അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള പഴുതുകളുണ്ട്. അതിൽ സമഗ്രമായ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല, ഡിജിറ്റൽ തെളിവുകളും പോലും ശേഖരിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിലൊരു തുടരന്വേഷണം വേണമെന്ന ആവശ്യവുമായി നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയെ സമീപിച്ചത്, ഹർജി നൽകിയത്. ഹർജിയിൽ ഇപ്പോൾ തീർപ്പായിരിക്കുകയാണ്. ഹർജി തള്ളി കൊണ്ടാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിലവിൽ ഇതിൽ തുടരന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഈ ഹർജി നിലനിൽക്കില്ല എന്നതാണ് കോടതി ഈ ഉത്തരവിൽ നിരീക്ഷിച്ചിട്ടുള്ളത്. നിലവിലെ അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു പോരായ്മയുള്ളതായി കോടതി നിലവിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. നേരത്തെ ഇതിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കുടുംബം ഹർജി നൽകിയിരുന്നു. ആ രണ്ട് ഹർജികളും നേരത്തെ കോടതികൾ തള്ളിയതാണ്. അതേ കാര്യങ്ങൾ പ്രതിഭാഗം ഇവിടെ ഈ വിശദമായ വാദം നടക്കുന്ന സമയത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞിട്ടുള്ള വാദങ്ങൾ അത് വീണ്ടും ഈ കേസ് ഈ ഹർജിയായി കൊണ്ടുവരുന്നത് ഈ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ഒരു വാദം. ആ വാദം അംഗീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിലവിൽ ഈ ഹർജി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. എന്തായാലും ഈ ഹർജി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി തള്ളിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കേസ് തലശ്ശേരി സെഷൻസ് കോടതി, ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റിയിട്ടുണ്ട്. അതിൽ നിലവിലെ കുറ്റപത്രം അനുസരിച്ചുള്ള വിചാരണ നടപടികൾ ആരംഭിക്കും. നമ്മളിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ നിലവിൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഈ FIR തന്നെ റദ്ദാക്കുന്നതിന്, ഈ കേസ് തന്നെ റദ്ദാക്കുന്നതിന് വേണ്ടി PP ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കുന്ന നടപടിയിലേക്ക് പോകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ, അവസാന റിപ്പോർട്ടിൽ പല രേഖകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും തെളിവുകളും ഒക്കെ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായി വിവരങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, ഈ കേസിലെ പ്രതിയായ PP ദിവ്യയെ സഹായിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസ് കോടതിയിലേക്ക് കൈമാറിയിരിക്കുന്നത്. അങ്ങനെ പക്ഷപാതപരമായ രീതിയിൽ അന്വേഷിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരു തുടരന്വേഷണം എന്നതായിരുന്നല്ലോ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ആവശ്യം. ഇത് പൂർണ്ണമായും കോടതി നിരാകരിക്കുകയായിരുന്നു. തീർച്ചയായും GK അതുതന്നെയായിരുന്നു. അതായത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സമർപ്പിച്ച കുറ്റപത്രത്തിനകത്ത് അതിൽ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള പഴുതുകളാണ്. അതിൽ ചില മൊഴികൾ തന്നെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഒന്നാമത്തേത് ജില്ലാ കളക്ടറുടെ മൊഴിയാണ്. ADM നവീൻ ബാബു ഈ വിവാദ യാത്രയപ്പ് പരിപാടിക്ക് ശേഷം ഈ കളക്ടറുടെ ചേംബറിൽ വന്ന് തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതായിരുന്നു കളക്ടറുടെ മൊഴി. അത് വിശദീകരിച്ചുകൊണ്ടായിരുന്നു കളക്ടറുടെ മൊഴി ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഈ PP ദിവ്യയെ സ്വാധീനിക്കാൻ മറ്റൊരു അഴീക്കോട് സ്വദേശിയായിട്ടുള്ളൊരു ബന്ധുവിനെ സ്വാധീനിച്ചുകൊണ്ട് PP ദിവ്യയെ അവിടെ സംസാരിക്കുന്നതിന് വേണ്ടി നവീൻ ബാബു ശ്രമിച്ചു. പ്രശാന്ത് എന്ന് പറയുന്ന അഴീക്കോട് സ്വദേശിയുടെ മൊഴിയും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നവീൻ ബാബുവിന് പൂർണ്ണമായും എതിരായ അത്തരം മൊഴികളാണ്. അതോടൊപ്പം തെളിവുകളും, പ്രത്യേകിച്ച് ഈ വിജിലൻസിൽ പരാതി നൽകി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ഈ TV പ്രശാന്തൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ ഈ വിജിലൻസ് ഓഫീസിലേക്ക് ഈ TV പ്രശാന്തൻ, അതായത് വിവാദ പെട്രോൾ പമ്പിന് NOCക്ക് അപേക്ഷ നൽകിയിട്ടുള്ള TV പ്രശാന്തൻ വിജിലൻസ് ഓഫീസിലേക്ക് കയറിപ്പോകുന്ന പ്രശാന്തനുമായുള്ള ഫോൺ കോൾ രേഖകൾ, അതുപോലെ തന്നെ ഇവർ തമ്മിലുണ്ടായ ചാറ്റുകൾ, ഇവയൊന്നും വേണ്ട രീതിയിൽ പരിശോധിക്കപ്പെട്ടില്ല. അതായത് ഇലക്ട്രോണിക് തെളിവുകൾ പരിശോധിക്കപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു ആക്ഷേപം. അതേപോലെ തന്നെ ദിവ്യയുടെ ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ, ആ ചാറ്റുകൾ വീണ്ടെടുക്കണം, ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ ഫോൺ വിധേയമാക്കണം. ഈ തരത്തിലുള്ള ആവശ്യങ്ങൾ
കാരണം SITയുടെ അന്വേഷണത്തിൽ അങ്ങേയറ്റം പാകപ്പിഴവുകളുണ്ടെന്നും ഈ അന്വേഷണം ഒട്ടും തൃപ്തികരമായിരുന്നില്ല എന്നും ഇത് പ്രതിയെ സഹായിക്കുന്ന തരത്തിലായിരുന്നുവെന്നും കുടുംബം നേരത്തെ പറഞ്ഞ പല സംശയങ്ങളും അതൊന്നും ഈ അന്വേഷണത്തിലൂടെ ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എന്നും കോടതിയുടെ മുന്നിൽ എത്തേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ മറച്ചുവെക്കപ്പെട്ടു. ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ ഭാര്യ ഈ കാര്യത്തിൽ ഒരു തുടരന്വേഷണം ആവശ്യപ്പെട്ടത്. ആ കാര്യങ്ങൾ ഒന്നും തന്നെ പരിഗണനയ്ക്കെടുക്കേണ്ടതല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹർജി തള്ളിയതോടെ? ഹാജിക്ക് തീർച്ചയായും ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അതുതന്നെയാണ്. ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ ഈ പ്രതിക്കെതിരായിട്ടുള്ള നിരവധി ഡിജിറ്റൽ തെളിവുകളുണ്ട്. അതൊന്നും അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം വേണ്ട രീതിയിൽ ശേഖരിച്ചില്ല. അതിൽ ഈ TV പ്രശാന്തനുമായുള്ള നേരത്തെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളും പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിനുശേഷം അതോടൊപ്പം ഈ ജില്ലാ കളക്ടറും അതോടൊപ്പം PP ദിവ്യയും തമ്മിൽ സംസാരിച്ചുള്ളൂ. ഇവരുടെ ജില്ലാ കളക്ടറുടെയും PP ദിവ്യയുടെയും ഒരു ഫോൺ നമ്പറിലെ വിവരങ്ങൾ മാത്രമേ നിലവിൽ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ളൂ. അവർക്ക് മറ്റൊരു നമ്പർ, രണ്ടുപേർക്കും മറ്റൊരു നമ്പർ കൂടിയുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ടില്ല. അതായത് ഈ യാത്രയപ്പ് ചടങ്ങിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ആ യാത്രയപ്പ് ചടങ്ങിൽ വന്ന് താൻ ഇത്തരത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും, ഇങ്ങനെ പ്രസംഗിക്കും, ഇങ്ങനെ സംസാരിക്കുമെന്ന കാര്യം ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ നേരത്തെ സംസാരിച്ചു. അതിലൊരു ആസൂത്രണം, ഒരു ഗൂഢാലോചന അതിൻ്റെ ഭാഗമായി നടന്നു എന്നൊരു ആരോപണമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിച്ചത്. അപ്പോൾ അത്തരം ഫോൺ വിവരങ്ങൾ, അവരുടെ മറ്റു നമ്പറുകൾ ശേഖരിച്ചില്ല. അങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വലിയ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ ഹർജിയിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മറ്റൊന്ന്, ഇതിൽ ഏക പ്രതി PP ദിവ്യ മാത്രമാണ് പ്രതി. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു ആസൂത്രണം, ഈ വ്യാജ പരാതികൾ സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെടെ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അതോടൊപ്പം ഒരു പെട്രോൾ പമ്പിന് NOC നൽകുന്ന ആ അപേക്ഷയ്ക്ക് വേണ്ടി PP ദിവ്യ എന്തിനാണ് ഇത്തരത്തിൽ ഇടപെട്ടത്, അതൊരു ബിനാമി ഇടപാടാണെന്നുൾപ്പെടെയുള്ള ഉള്ള ആരോപണങ്ങൾ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശാലമായ സമഗ്രമായ അന്വേഷണം വേണം. അത്തരം അന്വേഷണം നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതാണ് ഈ ഹർജിയിൽ ഈ കാര്യത്തിൽ ഈ PP ദിവ്യയുടെ അഭിഭാഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ വാദമുഖങ്ങളായി ഉന്നയിച്ചത്? കാരണം ഈ കാര്യത്തിൽ ഈ അന്വേഷണത്തിലെ പിഴവുകൾ, പോരായ്മകൾ, അതിലെ ഒഴിവാക്കലുകൾ, അതിലെ അലംഭാവം, ഇങ്ങനെ ധാരാളം SIT അന്വേഷണത്തിൽ പൂർണ്ണമായ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഈ കാര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ ഒരു തുടരന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് കണ്ടെത്തിയ റിപ്പോർട്ടും, അതുപോലെ ജില്ലാ കളക്ടറുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, അതുപോലെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ഡിജിറ്റൽ തെളിവുകൾ വേണ്ട രീതിയിൽ ശേഖരിക്കപ്പെട്ടില്ല എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടും എന്താണ് PP ദിവ്യയുടെ അഭിഭാഷകൻ ഈ കാര്യങ്ങളൊക്കെ തള്ളിക്കളയുന്ന രീതിയിൽ എന്തൊക്കെ വാദമുഖങ്ങളാണ് ഉയർത്തിയത്, കോടതിയുടെ പരിഗണനയിലേക്ക് വെച്ചത്? നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അത് കോടതി അംഗീകരിച്ച് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. കാരണം അത്തരം വാദമുഖങ്ങൾ വിശദമായി തന്നെ വാദങ്ങൾ ഉയർത്തിയിരുന്നു നവീൻ ബാബുവിൻ കുടുംബം, അവരുടെ അഭിഭാഷകൻ. പക്ഷേ ആ കാര്യങ്ങൾ കോടതി പരിഗണിച്ചില്ല. ഇതിൽ പ്രതിഭാഗം പ്രധാനമായും മുന്നോട്ട് വച്ചിട്ടുള്ള വാദമെന്നുള്ളത് ഇത്തരം, അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ അന്വേഷണത്തിനെതിരായിട്ടുള്ള അതിലെ പാകപ്പിഴകൾ, അതിലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ മേൽക്കോടതി CBI അന്വേഷണം ഇതിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു. ആ രണ്ടു മേൽക്കോടതികളും ഈ തള്ളി കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വാദങ്ങൾ ഇനി നിലനിൽക്കില്ല. മറ്റൊന്ന്, നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ ഈ കുറ്റപത്രം മാത്രമല്ല FIR തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ ഹർജി നൽകിയത്. ഈ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകും. നേരത്തെ മേൽക്കോടതികൾ തന്നെ തള്ളിയ വാദങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ഈ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ ഹർജിയുടെ ഭാഗമായി നടന്നത്. അത് നിലനിൽക്കില്ല എന്നതായിരുന്നു, അത് അംഗീകരിക്കരുത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. കേസ് തലശ്ശേരി കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടുള്ള പരിശോധനകളിലെ വീഴ്ചകളും പോരായ്മകളും
പോരായ്മകളും ഒഴിവാക്കലുകളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇതിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ ഒരു തുടരന്വേഷണം വേണമെന്നൊരു ആവശ്യം നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയുടെ മുന്നിൽ വെച്ചത്. പക്ഷേ ആ കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കേസ് തലശ്ശേരി കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇത് ADM നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വലിയ തിരിച്ചടിയാണ്. അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.